ഗസയിൽ സമാധാനം കൊണ്ടുവരാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ്. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാൻ അമേരിക്ക വിസ നിഷേധിച്ചിരുന്നു. അതിനെ തുടർന്ന് വീഡിയോയിലൂടെയാണ് അദ്ദേഹം സംസാരിച്ചത്. അവിടെയാണ് ഈ പ്രതികരണം ഉണ്ടായത്. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര വിവരങ്ങളും ചെയ്യുന്നു. മധുചേട്ടാ, ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിങ്. അപ്പോൾ സമാധാനം കൊണ്ടുവരാൻ അമേരിക്കയുമായി ട്രംപുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് പറയുകയാണ് മഹ്മൂദ് അബ്ബാസ്. അപ്പോൾ ട്രംപ് എനിക്കൊരു സമാധാനത്തിന് നോബൽ ആരും തരാത്ത എന്താണെന്നൊക്കെ പരസ്യമായി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഇനി അതിന് ഡൊണാൾഡ് ട്രംപിന് അതിനുള്ളൊരു പ്രതികരണം പ്രസക്തമാണ്. ഗുഡ് മോർണിംഗ് സ്മിത, ഹാഷ്മി. നമ്മൾ ചരിത്രത്തിലേക്ക് പോയാൽ 1947 അമേരിക്കയും ഐക്യരാഷ്ട്ര സഭയും തമ്മിൽ ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് എഗ്രിമെന്റ് എന്ന പേരിൽ ഒരു 16 പേജുള്ള ഒരു കരാർ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് US പ്രസിഡന്റും US കോൺഗ്രസും സംയുക്തമായിട്ട് ചേർന്ന് അത് അമേരിക്കൻ ഭരണഘടനയുടെ നിയമമായി മാറുകയും ചെയ്തിരുന്നു. ഇതിൽ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുമായിട്ടുള്ള പ്രശ്നങ്ങളുടെ പേരിൽ മറ്റ് രാജ്യ തലവന്മാർക്ക് UN ഹെഡ്ക്വാർട്ടേഴ്സിൽ പ്രവേശനം നിഷേധിക്കരുതെന്നാണ്. പിന്നീട് ദേശസുരക്ഷ എന്നൊരു വകുപ്പ് ചേർത്ത് US ഇത് അമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പാലസ്തീൻ അതോറിറ്റി പ്രസിഡന്റിന് US വിസ നിഷേധിച്ചിരിക്കുകയാണ് UN ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കുവാൻ. എങ്കിലും ഡൊണാൾഡ് ട്രംപിനെ അനുകൂലിച്ചാണ് പാലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ഇന്ന് പൊതുസഭയിൽ സംസാരിച്ചത്. UN പൊതുസഭയുടെ പിന്തുണയോടെ സമാധാന പദ്ധതി നടപ്പിലാക്കുന്നതിനായി ഡൊണാൾഡ് ട്രംപുമായും സൗദി അറേബ്യ, ഫ്രാൻസ്, ഐക്യരാഷ്ട്ര സഭയിലെ മറ്റ് രാജ്യങ്ങളും ഒക്കെയായിട്ട് സഹകരിക്കാൻ തയ്യാറാണെന്നാണ് അബ്ബാസ് പറഞ്ഞത്. ഐക്യരാഷ്ട്ര സഭയുടെ പൊതുസഭയെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം പറഞ്ഞ 2 പ്രധാന കാര്യങ്ങളാണ്: ഗസയിലെ ഇസ്രായേലിന്റെ നടപടികൾ, അതായത് യുദ്ധ കുറ്റകൃത്യങ്ങളെ അപലപിക്കുന്നു, അതുപോലെ പാലസ്തീനികൾ അവരുടെ ഭൂമി ഉപേക്ഷിക്കുമെന്ന് ഒരു ധാരണയും ആരും വെച്ചു പുലർത്തണ്ട എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഈ ഗസയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ പാലസ്തീൻ അതോറിറ്റി തയ്യാറാണ്. അതുപോലെ യുദ്ധത്തിന് ശേഷം ഹമാസിന് ആ പ്രദേശം ഭരിക്കുന്നതിൽ ഒരു പങ്കും ഉണ്ടാകില്ലെന്ന് അബ്ബാസ് തറപ്പിച്ച് പറയുകയും ചെയ്തു. ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തെ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഹമാസിന്റെ പ്രവർത്തനങ്ങൾ പാലസ്തീൻ ജനതയെ പ്രതിനിധീകരിക്കുന്നതല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഇത് കൂടാതെ ഹമാസിനോട് ആയുധം താഴെ വയ്ക്കുവാൻ അദ്ദേഹം ഈ പൊതുസഭയിൽ ആവശ്യപ്പെടുകയും ചെയ്തു. അതേസമയം ഈ ഭരണത്തിൽ ഹമാസിന് ഒരു പങ്കും ഉണ്ടായിരിക്കില്ലെന്നുള്ള അബ്ബാസിന്റെ പ്രസ്താവന ഹമാസ് തള്ളിക്കളഞ്ഞു. ആയുധം താഴെ വയ്ക്കുവാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ലെന്നാണ് ഹമാസ് പറയുന്നത്. പാലസ്തീൻ ജനത ആര് വരണമെന്നുള്ളതൊക്കെ പിന്നീട് തീരുമാനിച്ചോളും എന്നാണ് ഹമാസിന്റെ നിലപാട്. നാളെ 2 പ്രധാന നേതാക്കൾ ഐക്യരാഷ്ട്ര സഭയിൽ സംസാരിക്കുക. അതായത് ഇന്ന് വൈകുന്നേരം എന്ന് വേണമെങ്കിൽ പറയാം, ഇന്ത്യൻ സമയം കണക്കാക്കിലെടുക്കുമ്പോൾ. ഒന്ന് ചൈനീസ് പ്രൈം മിനിസ്റ്ററും 2 ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും. സ്മിത, നാട്ടിലെ പോലെ ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടാണ് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഹാഷ്മിയുടെ ഒരു കുട കൊടുത്തു വിട്ടായിരുന്നു. അവിടെ സ്കൂൾ അവധി ഉണ്ടാവോ? അപ്പോൾ എന്തായാലും അവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ അവിടെ മഴ പെയ്യുന്നു എന്ന് പറയുമ്പോൾ അതെ അതെ ഒരു കുട എന്തായാലും കൊണ്ടുവരാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ ഒരു മാധ്യമ സെമിനാർ, അന്താരാഷ്ട്ര മാധ്യമ സെമിനാറിന് പോകുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ പിടിക്കും, നീ ഇത്രയും വലിയ നീളത്തിൽ കുടയും കൊണ്ട് എവിടെ പോകണമെന്ന് നോക്കട്ടെ. എന്തെങ്കിലും വകുപ്പുണ്ടോ നോക്കാൻ വെച്ചാൽ ഒരു കുട എന്തായാലും കൊണ്ടുവരാം വരുമ്പോഴത്തേക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.